പഴശ്ശി ഉസ്താദിൻ്റെ വേർപാട് തികച്ചും അകാലത്തിലായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ സംബന്ധിച്ച് നേതൃത്വം നൽകി അതിൻ്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് അസുഖമുണ്ടായത്, വിലപ്പെട്ട ജീവൻ നമുക്ക് നഷ്ടമായത്. സ്നേഹബന്ധങ്ങൾ എത്ര ശക്തമോ വേർപാടിൻ്റെ വേദന അതനുസരിച്ച് ശക്തിയുള്ളതായിട്ട് മാറുകയാണ്. പഴശ്ശി ഉസ്താദിന് ഈ നാടുമായും നാം ഓരോരുത്തരുമായും അതിനുപരി കേരളത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും നിരവധി പേരുമായിട്ടുള്ള സൗഹൃദം, സ്നേഹബന്ധങ്ങൾ അതിശക്തമായിരുന്നു. സംഘടനയുടെ പ്രിയങ്കരനായ നേതാവ് എന്ന നിലയിൽ ആധ്യാത്മിക രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും നേതൃത്വവും എന്ത് എന്ന് നേരിട്ട് അറിഞ്ഞവരാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്നവരുടെ വലിയൊരു സംഗമമായിരുന്നു അന്ന്. ഈ പരിസര പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനസഞ്ചയമാണ് അന്നും. പിറ്റേന്ന് മയ്യത്ത് കബറടക്കം നടന്ന സമയത്തുമെല്ലാം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്നെ സംബന്ധിച്ചും ഏറ്റവും അടുത്ത സഹോദര തുല്യം സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട, എന്നെ ഈ പ്രദേശവുമായിട്ടും ഈ പ്രസ്ഥാനവുമായിട്ടും കൂടുതൽ ബന്ധിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം അദ്ദേഹം തൽപരനായിരുന്നു. വലിയൊരു നഷ്ടം സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. ആ നഷ്ടം വ്യക്തിപരമായി നമുക്കെല്ലാം ഉണ്ടായ നഷ്ടമായി തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. അതിന് പകരക്കാരെ കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഉസ്താദിൻ്റെ ഓർമ്മകൾ നമുക്ക് നന്മയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള കരുത്തായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉസ്താദിൻ്റെ സഹപ്രവർത്തകരും മക്കളും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ എത്ര കണ്ട് സ്നേഹിച്ചുവോ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളെ ഇന്നലെ എന്നതുപോലെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കും. അതനുസരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് കരുത്തായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.